ഈ ശബ്ദം ഒന്ന് കേട്ട ശേഷം വീഡിയോയിലിട്ട് പോവാം. വേറെ എവിടെ ആയാലും വേണ്ടി എങ്ങോട്ടില്ലെന്നും കൊണ്ടുപോടി. അന്ന് വരെ ഞാൻ പട്ടിണിയും ആടി. ഇവിടെ ആഹാരമൊന്നും ഇല്ലടി. ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത കുറേ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. വീടും അതുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ എവിടെയും നിന്നെ കൊണ്ടാക്കടി. വരാത്ത വിഷമം. എനിക്ക് തീരെ വയ്യാടി. പനി പിടിച്ച് കിടക്കുക. ആശുപത്രി പോലും കൊണ്ടുപോവുകയില്ല. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൊല്ലത്തെ ഓട്ടത് എവിടെയും കൊണ്ടാക്കാം. നിങ്ങളെ ഞാൻ വിളിച്ചെന്ന് അറിയിക്കരുത്. എൻ്റെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു. ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോ എന്ന് എനിക്ക് തിരുവറപ്പന്നെ ഓർത്തെങ്കിൽ നീ എന്നെ രക്ഷിക്കടി. ഞാനെന്തോ വരാതാണ് നിങ്ങളോട് ചെയ്തത്. ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതിയോ അമ്മേ? അതിയൊക്കെ അവിടെ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാനത് അല്ലാതെ വിളിക്കാൻ പറ്റുന്നില്ല. ഉദയഗിരിജ എന്ന നന്മമരം വീണു. സുഹൃത്തുക്കളെ, നന്മമരം വീണു. ഉദയഗിരിജ നടത്തുന്ന അനാഥ മന്ദിരത്തിലെ അനാശാസ്യം പിടിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഉദയഗിരിജയും കുടുംബവും. പത്തനാപുരത്തെ ജീവമാതാ കാരുണ്യ ഭവൻ അനാഥാലയത്തിലെ അന്തേവാസി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭിണിയായ ശേഷം സ്വന്തം മകന് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്ന ഒരമ്മയാണ് ഉദയഗിരിജ എന്ന നന്മമരം. ആ നന്മമരത്തെ പറ്റി എല്ലാവരും കേട്ട് കാണുമല്ലോ. നന്മമരത്തിന്റെ വിവാഹമായിരുന്നു കഴിഞ്ഞ മാസം. രണ്ടാമത്തെ വിവാഹം. അമ്മ മക്കൾക്ക് ആദ്യം കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അമ്മയെ മക്കൾ കല്യാണം കഴിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വെറുതെ പറയുന്നതല്ല. എല്ലാ ചാനലുകളിലും ഇന്നലെ വന്നു കഴിഞ്ഞ ന്യൂസാണ്. ഞാൻ ഇന്നലെ ചെറിയൊരു വീഡിയോ മാത്രമാണ് ചെയ്തിട്ടിരുന്നത്. ഉദയഗിരിജ എന്ന നന്മമരത്തിന്റെയും മകന്റെയും പേരിലാണ് പോക്സോ കേസ്. ഉദയഗിരിജ നടത്തുന്ന സ്ഥാപനത്തിലെ പെൺകുട്ടി ഗർഭിണിയായത് മറച്ചു വെച്ചുകൊണ്ട് മകനെ കല്യാണം കഴിച്ചു കൊടുത്തു. മകൻ കല്യാണം കഴിക്കണമെങ്കിൽ ആ ഗർഭത്തിന്റെ ഉത്തരവാദി മകൻ തന്നെ ആയിരിക്കുമല്ലോ. അമ്മ അറിഞ്ഞുകൊണ്ട് മകൻ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കുന്നു. ജീവമാതാ കാരുണ്യ ഭവനിൽ ഒരുപാട് അമ്മമാര് താമസിക്കുന്നുണ്ട്. ഓരോ അമ്മമാരുടെയും വിഷമങ്ങൾ പല വഴിയിൽ കൂടിയായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവർക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നില്ല. അസുഖം വന്നാൽ ഡോക്ടറെ കാണാൻ കൊണ്ടുപോകുന്നില്ല. മരുന്നുകളൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അവിടെ അടച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ ഒരു ജയില് പോലെയാണ് അവിടെ ജീവമാതാ കാരുണ്യ ഭവൻ നടത്തുന്നത്. ഉദയഗിരിജ എന്ന നന്മമരം. നന്മമരത്തിന്റെ വേരോടെ പിഴുതിട്ടിരിക്കുകയാണ് കുറച്ച് നല്ലവരായ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളെന്റെ. അതിൽ മുൻകൈ എഴുത്ത് പ്രവർത്തിച്ചത് ഷഫീന ബീവിയാണ്. അപ്പോ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. CWC അറിഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ആ കല്യാണം നടന്നത് എന്നാണ് അറിയാൻ പറ്റിയത്. 2 മാസം ഗർഭിണിയായ അവിടുത്തെ അന്തേവാസിയായ ഒരു പെൺകുട്ടിയെ മകന് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ അതിന്റെ ഉത്തരവാദി മകനായതുകൊണ്ടാണല്ലോ, അല്ലാതെ മറ്റൊരാളുടെ ഗർഭം മകൻ ചുമക്കേണ്ടതില്ലല്ലോ. അങ്ങനെ ആശുപത്രിയിൽ പോകുന്നു. 7-ാം മാസത്തിൽ പ്രസവിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് വരുന്നതും എല്ലാം സോഷ്യൽ മീഡിയയിൽ, അതായത് തുപ്പിയതും തൂറിയതും പ്രസവിച്ചതും എല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. കാരണം ഇതുപോലുള്ള നന്മമരങ്ങൾ തന്നെയാണ് നമുക്ക് മുന്നിൽ വീഴേണ്ടത്. ഇതുപോലുള്ള നന്മമരങ്ങളെ കൊണ്ടുവരാൻ ഞങ്ങൾ സാധാരണക്കാരായ ചെറിയ യൂട്യൂബേഴ്സിന് മാത്രമേ സാധിക്കുള്ളൂ. കാശ് കൊടുത്ത് ന്യൂസ് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞ് ഒതുക്കാൻ നോക്കും. നമുക്ക് വിശദ വിവരങ്ങളിലേക്ക് അടുത്ത വീഡിയോയിൽ വരാം. ജീവമാതാ കാരുണ്യ പ്രവർത്തനമെല്ലാം കൂടി എവിടെ ചെന്നെത്തിയെന്നൊന്നും അറിയണ്ടേ? എല്ലാ പ്രേക്ഷകർക്കും വ്യക്തമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്.